വൈദ്യുതി ചാർജ് കുത്തനെ വർദ്ധിപ്പിച്ച പിണറായി വിജയൻ സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ കായംകുളം നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ സംഗമവും നടത്തി. കോൺഗ്രസ് നേതാവും നഗരസഭാ കൗൺസിലറുമായ എ.പി. ഷാജഹാൻ ഉദ്ഘാടനം നിർവഹിച്ചു. വൈദ്യുതി ചാർജ് കുത്തനെ വർദ്ധിപ്പിച്ച പിണറായി വിജയൻ സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ കായംകുളം നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ സംഗമവും നടത്തി. കോൺഗ്രസ് നേതാവും നഗരസഭാ കൗൺസിലറുമായ എ.പി. ഷാജഹാൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ ജനങ്ങൾ വളരെ ഭീതിയോടെ നോക്കിക്കാണുന്നതാണ് കുറുവ സംഘം. നമ്മൾ പത്രമെടുത്ത് പരിശോധിച്ചാൽ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാധ്യമങ്ങളിലൂടെ കുറുവ സംഘത്തെക്കുറിച്ചാണ് കേരള സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം ഭയത്തോടുകൂടി ജനങ്ങൾ കാണുന്നത്. എന്നാൽ കുറുവ സംഘത്തിൻ്റെ മറവിലാണ് കഴിഞ്ഞ ഒരു ദിവസത്തിന് മുമ്പ് കേരള സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ കേരളത്തിൻ്റെ വൈദ്യുതി ചാർജ്, പാവപ്പെട്ടവരുടെ വൈദ്യുതി ചാർജ് കുത്തനെ കൂട്ടിയത്. ഒരു യൂണിറ്റിന് 16 പൈസയാണ് കൂട്ടിയിരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അടുത്ത ഏപ്രിൽ മാസത്തോടുകൂടി വീണ്ടും 12 പൈസയും കൂടെ വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. ഇന്ന് ശരാശരി ഒരു പാവപ്പെട്ട വീട്ടിലെ വൈദ്യുതി ഉപയോഗം എന്ന് പറയുന്നത് 2000-3000 രൂപയ്ക്ക് അടുത്താണ്. 250 യൂണിറ്റ് വൈദ്യുതി വരെയാണ് ഫ്രീ എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്നതിന് കുത്തനെയാണ് കൂട്ടുന്നത്. എന്തായാലും ഇന്ന് ഏതൊരു വീട്ടിലും 3-4 ഫാനും അല്ലെങ്കിൽ താങ്ങാൻ കഴിയാത്ത ചൂട് കാരണം മിക്കവാറും ഒരു 50% വീടുകളിലും AC-യും വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും 2 മാസത്തെ ബില്ലുകളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. നിങ്ങൾ ആ ബില്ലൊന്ന് പരിശോധിച്ച് നോക്കണം. നമ്മൾ പണ്ട് മാർക്കറ്റിൽ പോകുമ്പം നമ്മുടെ വീട്ടിൽ നിന്നൊരു കുറിപ്പടി എഴുതി തരും. 5 കിലോ അരി, അതുപോലെ വേണ്ട പലചരക്ക് സാധനങ്ങളെല്ലാം. അതുകൊണ്ട് 10-12 ഐറ്റങ്ങളാണ് നമുക്ക് തരുന്നത്. എന്ന് പറയുന്നത് പോലെയാണ് ഇന്ന് നമ്മുടെ കൈകളിലേക്ക് തരുന്ന വൈദ്യുതിയുടെ ബില്ല് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് വള്ളിയിൽ റസാഖ് അധ്യക്ഷനായി. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഈ നാട്ടിലെ ജനങ്ങൾ വല്ലാതെ പേടിക്കുന്ന കുറുവ സംഘം പോലും ലജ്ജിക്കുന്ന രീതിയിൽ, കുറുവ സംഘം പോലും ഞെട്ടിക്കുന്ന രീതിയിൽ, അവരെ പോലും തലതാഴ്ത്തുന്ന രീതിയിൽ കേരളത്തിലെ പിണറായിയും സഖാക്കളും ചേർന്നുകൊണ്ട് ഈ നാടിനെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, മാമനും മരുമോനും ചേർന്നുകൊണ്ട്, മാമായും മരുമോനും ചേർന്നുകൊണ്ട് ഈ നാട് കൊള്ളയടിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇതിന് അറുതി വരുത്തുന്നതിന് വേണ്ടി മുഴുവൻ സഹപ്രവർത്തകരും സഹോദരങ്ങളും രംഗത്തിറങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ അഴിമതികളും കോടിക്കണക്കിന് രൂപ ഈ സംസ്ഥാനത്ത് നിന്നും വകമാറ്റി ചിലവഴിക്കുമ്പോൾ നമ്മുടെ പാവപ്പെട്ടവരായ വയനാട്ടിലെ ദുരന്തബാധിത മേഖല പോലും അതിന് കൃത്യമായി പ്ലാൻ നോക്കാതെ, അതിന് കൃത്യമായ അജണ്ട നടപ്പിലാക്കാതെ കേന്ദ്രത്തെയും കുറ്റം പറഞ്ഞുകൊണ്ട്, കേന്ദ്രവും കേരളവും ഭായി കളിച്ചുകൊണ്ട്, സഖാവും സംഘിയും ഏതാണെന്ന് പോലും മനസ്സിലാക്കാത്ത രീതിയിൽ കേരള രാഷ്ട്രീയം ജീർണിച്ചു പോകുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന നെഹ്റുവിന്റെയും മഹാത്മജിയുടെയും ആസാദിന്റെയും പാർട്ടി എം വിജയകുമാർ, അഫ്സൽ പ്ലാമൂട്ടിൽ, കൗൺസിലർമാരായ അംബിക, സുമിത്രൻ, ഷീജ റഷീദ്, നിസാം കാവിൽ, പി സുനിൽ, പ്രശാന്ത്, അനിൽകുമാർ മുഞ്ഞിനാട്, ഷാജി വലിയവറമ്പിൽ, അസിം നാസർ, ഹാഷിർ പുത്തൻകണ്ടം, ആസിഫ് സെലക്ഷൻ, ഷാനവാസ്, സന്തോഷ് വെളുത്തേടത്ത്, അൻസാർ കോട്ടപ്പുറം, സഹീർ, കൊച്ചുമോൻ നൈനാരേത്ത്, ഹാഷിം മങ്ക്, അരുൺ, ഷിജാർ വരേണിക്കൽ, രാജേഷ് വാസുദേവൻ, അരാഫത്ത്, നൌഫൽ തോട്ടത്തിൽ, പ്രിയ, സാലി, സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.